രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകിയോകിലം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. വിഭീഷണൻ ഏട്ടനെ ഉപദേശിച്ചു, ഏട്ടൻ കേട്ടില്ല. കുംഭകർണൻ്റെ ഒരു ഉപദേശം ശരിക്കും പറയാച്ച വരണേ ഉള്ളൂ. കുംഭകർണൻ്റെ നീതിവാക്യം വരണേ ഉള്ളൂ. ഇവിടെ അതന്നെയാണ് ഒന്നങ്ങനെ പറഞ്ഞു. ഇനി ശേഷം അതന്നെ ഒരു ആവർത്തനം വരണമെന്ന് നമ്മൾ പറയുണ്ടായി. നീതിവാക്യം, അതൊക്കെ ആ നീതിവാക്യം വേണ്ടു. ഇത് ഒരു ആവർത്തനമായിട്ട് പെട്ടതാണ്. എന്തായാലും രാവണാദികളൊക്കെ ആലോചിച്ചു മന്ത്രിമാരോടുകൂട്ടി ഇനി എന്ത് വേണം, രാമൻ വരും എന്ന് ഏകദേശം അവർക്ക് ഉറപ്പാണ്. ആദ്യമായിട്ട് ആ രാമസൈന്യം എത്രത്തോളമൊക്കെ ഉണ്ട് എന്നൊരു എസ്റ്റിമേറ്റ് എടുക്കുക. ശുഖസാരണന്മാരെ അതിനയക്കുകയാണ്. അവരുടെ ഇടയിൽ ഒരാളായിട്ട് കയറി കൂടി രഹസ്യങ്ങൾ ചോർത്തുക. ചാരപ്പണിയാണ് സംഭവം. എന്തായാലും അവിടെ കയറി കൂടിയപ്പോൾ വാനരന്മാർ തിരിച്ചറിഞ്ഞു. വേണ്ടിടത്തോളം ദക്ഷിണ ശുഗന് കൊടുത്തു. അവിടെ വന്നിട്ട് ചോദിച്ചു രാവണൻ, പങ്ക്തി മുഖനും അവനോട് ചോദിച്ചാനെന്തു നീ വൈകുവാൻ കാരണം ചൊൽകെടോ. വാനരേന്ദ്രന്മാർ അറിഞ്ഞു പിടിച്ച അഭിമാന വിരോധം പരുത്തിയാരോധവാ. രാവണന് സംശയമുണ്ട് അതൊക്കെ അവിടെ സംഭവിച്ചിരിക്കും. തിരിച്ചറിഞ്ഞു, വേണ്ടിടത്തോളം അടിച്ചു. ദൂതനെ കൊല്ലരുത് എന്ന് പറഞ്ഞു. വിട്ടയക്കാൻ രാമൻ ആജ്ഞാപിച്ചു. രാമനെ വിളിച്ച് കരഞ്ഞു. രാമ രാമ പ്രഭോ പാഹി പാഹി. ഇത് ഞാൻ ആമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു ദൂതൻ അവധ്യൻ. അയപ്പിൻ വിടൂ വിടൂ, ദൂതനെ കൊല്ലരുത് എന്ന് രാമൻ പറഞ്ഞത് കാരണം അയച്ചു. രാമനോട് സത്യത്തിൽ ശുഗന് ബഹുമാനം ഉണ്ടായിരുന്നു. രാവണൻ്റെ ആ ഒരു ഇതിൽ പെട്ടിട്ട് ഇങ്ങനെ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാൻ എന്താണ് രാവണനോട് പറയേണ്ടത്, ദയവായി പറഞ്ഞാലും എന്ന് രാമനോട് ചോദിച്ചെന്നു. നീ രാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകിയിടുകൊന്നുകിൽ അല്ലായെങ്കിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങും. ഒറ്റന്നേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. യുദ്ധം ഒഴിവാക്കണമെങ്കിൽ ഇപ്പോഴും ചാൻസ് അടഞ്ഞിട്ടില്ല. ഞാൻ ഒഴിവാക്കി തരാം. സീതയെ എനിക്ക് കിട്ടണം, കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ യുദ്ധം അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. യുദ്ധം വളരെ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചതൊന്നുമല്ല രാമൻ. രാവണവധാവാം, അതിന് സന്തോഷമുണ്ടെങ്കിലും എന്നാലും ഒഴിവാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ശുഗനോടത് പറഞ്ഞത്. അങ്ങനെ ആ ശുഗൻ്റെ പൂർവ്വവൃത്താന്തവും പറയണം. പണ്ടൊരു സാത്വികമായിട്ടുള്ളൊരു മുനിയായിരുന്നു ഈ ശുഗൻ എന്നാണ്. ആ കാട്ടു താമസിക്കുന്ന സമയത്ത് വജ്രദംഷ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ ശുഗനെ അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് അഗസ്ത്യവേഷത്തിൽ വന്നു. മാംസം കൂട്ടി ഉണ്ടിട്ട് കുറേ ദിവസമായി എന്ന് പറഞ്ഞു. സത്യമാണ് എന്ന് വിചാരിച്ചിട്ട് ശുഗൻ തൻ്റെ പത്നിയോട് ആടിൻ്റെ മാംസം, ശാഖമാംസം വേണം കറിയും കുളിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴേക്കും ഈ ശാഖമാംസത്തിന് വേണം എന്ന് പറഞ്ഞിട്ട് അഗസ്ത്യൻ കുളിക്കാൻ പോവുക. ആയിടം എന്ന് നടിക്കുകയാണ്. വാസ്തവത്തിൽ അഗസ്ത്യനല്ല, അഗസ്ത്യനും ഉണ്ടായിരുന്നു അവിടെ. അഗസ്ത്യൻ കുളിക്കാൻ പോയ സമയത്താണ് ഈ വജ്രദംഷ്ടൻ അഗസ്ത്യൻ്റെ വേഷത്തിൽ വന്നിട്ട് മാംസം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് എന്തുണ്ടായി? ഈ വജ്രദംഷ്ടൻ തൻ്റെ പത്നിയും കൂടി നരമാംസം അഗസ്ത്യന് വിളമ്പി കൊടുത്തു. അപ്പോൾ അവർ വിചാരിച്ചത് ശുഗനാണെന്ന് പറഞ്ഞ് ശപിച്ചു. നരമാംസം വിളമ്പി തരുന്നിട്ട് നീ രാക്ഷസനായിട്ട് പോ എന്ന് അഗസ്ത്യൻ ശപിച്ചു. അപ്പോൾ ഇത് വിളമ്പി കൊടുത്തത് ഇവരാണെന്നാണ് അഗസ്ത്യൻ വിചാരിച്ചത്. അപ്പോൾ ശാപം കിട്ടിയപ്പോൾ ശുഗൻ ചോദിച്ചു, എന്തിനാണ് ശപിച്ചത്? അങ്ങാണല്ലോ മാംസം വേണമെന്ന് പറഞ്ഞത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്ഥിതിഗതികൾ ആലോചിച്ചപ്പോൾ മനസ്സിലായി അസുരൻ്റെ മായയാണ്. അഗസ്ത്യൻ ചോദിച്ചു എന്ന് തോന്നിച്ചതാണ്. അതുകൊണ്ട് നിനക്ക് ഞാൻ ശാപമോക്ഷം തരാം, എൻ്റെ കുറ്റമല്ലല്ലോ. അസുരൻ അഗസ്ത്യൻ്റെ വേഷത്തിൽ വന്ന് ചോദിച്ചു എന്ന് ഇവരെ തോന്നിപ്പിച്ചതുകൊണ്ടാണ് നരമാംസം വിളമ്പി കൊടുത്തതെന്ന്
ശരിക്കും അങ്ങനെ വേണം, അഗസ്ത്യനെ ചതിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. അതുകൊണ്ട് രാമൻ്റെ ആ ഭാഗത്ത് വരുമ്പോൾ നിനക്ക് യഥാർത്ഥ രൂപം കിട്ടും. രാമാവതാരത്തിൽ നീ കുറച്ച് കഴിയുമ്പോൾ രാമൻ്റെ ഭാഗത്താവും. ആദ്യം രാവണന് സേവ ചെയ്യലാവും നിൻ്റെ ജോലി. അങ്ങനെ പാപങ്ങളൊക്കെ കഴിയുമ്പോൾ നിനക്ക് ശരിയാവും എന്ന് അനുഗ്രഹിച്ചതാണെന്നുള്ള വൃത്താന്തം പറഞ്ഞു. ഇനിയൊരു വാക്യമുള്ളതാണ് മാല്യവാൻ്റെ വാക്യം. ചാരനായോ ഒരു ശുകൻ പോയനന്തരം കോരനാൻ രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതു രാവണമാതാവു തൻ പിതാ. രാവണൻ്റെ മാതാവിൻ്റെ പിതാവാണത്, മാതാമഹൻ എന്ന് പറയാം, മാതാവിൻ്റെ അച്ഛൻ. അപ്പോൾ കുറച്ച് പ്രായമുള്ള ആളാണ് അദ്ദേഹം. രാമനെ കുറച്ച് ഉപദേശം കൊടുക്കുകയാണ്. ദയവായിട്ട് രാവണ, എൻ്റെ ഈ പദ്ധതി ഒന്ന് ഉപേക്ഷിക്കുമോ? എനിക്കതേ പറയാനുള്ളൂ. ശ്രീരാമപാദം ബോധം കൊണ്ട് സംസാരവാരാനിധി കടക്കുന്നു യോഗികൾ. എത്ര യോഗികൾ ആ പാദപത്മത്തെ ധ്യാനിച്ചിട്ട് സംസാരം കടന്നിട്ട് എവിടേക്കോ മോക്ഷത്തിലെത്തിയിട്ടുണ്ട്. ഇതൊന്നും നീ അറിയുന്നില്ലേ? ആരോടാണ് നീ കളിക്കണത്? എത്ര ദുശ്ശഗുണങ്ങളാണ് ഇവിടെ കാണുന്നത്. എന്താണ് എൻ്റെ ശ്രദ്ധയിൽ ഇതൊന്നും പെടാത്തത്? ദുർനിമിത്തങ്ങളെ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടിയിലയോ നാശഹേതുക്കൾ ദശകണ്ഠപ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായി ഇടിവെട്ടിടുന്നന്വഹം. അസ്ഥാനത്തൊക്കെ ഇടി വെറുതെ ഇങ്ങനെ വെട്ടുന്നത് നല്ല ലക്ഷണമല്ല. വിഗ്രഹങ്ങൾ വയർക്കുക, ഇളകുക, പ്രതിഷ്ഠ ഇളകുക. ഗോക്കളിൽ നിന്ന് കഴുതകൾ ജനിക്കുക കണ്ടുവോ? മൂർജാരനോട് മൂഷികൻ പിണങ്ങുക, പാമ്പുകൾ ഗരുഡനോട് പിണങ്ങുക, കാലനെ മുണ്ടനം ചെയ്തുകൊണ്ട് എവിടെയും കാണുക. തലയൊക്കെ മുണ്ടനം ചെയ്തിട്ട് കാലനെ കാണുക. കാലനെയുണ്ട് കാണുന്ന എല്ലായിടവും. കാലം ഇത് ആപത്തിനുള്ളതോ നിർണയം. വരാൻ പോണത് ആപത്താണ് എന്നത് വിളിച്ചു പറയുന്ന നിമിത്തങ്ങൾ ഇതാ കാണുന്നു. ഇത്തരം ദുർനിമിത്തങ്ങൾ ഉണ്ടായതിനത്രേവ ശാന്തിയെ ചെയ്തു കൊള്ളണമേ. ഇതിന് ശാന്തി ചെയ്യുക. ആദ്യം വേണ്ടത് സീതയെ കൊണ്ടുപോയിട്ട് രാമപാദാന്തികയെ വെച്ചു വന്ദിക്കുക. വൈകാതെ രാമനാകുന്നത് വിഷ്ണുനാരായണൻ. അയോധ്യ രാജാവ് മാത്രമൊന്നുമല്ല, ഈശ്വരനോടാണപ്പം നിൻ്റെ കളി. ദയവായിട്ട് ലങ്കാരാജ്യത്തെ രക്ഷിക്കാൻ ഈ പദ്ധതി നിനക്ക് അവസാനിപ്പിച്ചുകൂടെ? സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങലാന്ന് വേറൊരുത്തിയിൽ വരുന്നുണ്ട്. ഈശ്വരനോടൊക്കെ പിണങ്ങിയിട്ടുള്ള എന്ത് നേടാനാണ് നിൻ്റെ ഉദ്ദേശം? കുറേയൊക്കെ ഉപദേശം മാല്യവാൻ കൊടുത്തപ്പോഴേക്കും പറഞ്ഞു, മാനവനായ കൃപണനാൻ രാമനെ മാനസേ ചിന്തിപ്പതിനെന്തു കാരണം? ഒരു മനുഷ്യനായിട്ട് രാമനെ ഭജിക്കാനാണോ എന്നോട് പറയണത്? അതുകൊണ്ട് ഇതൊന്ന് കേട്ട് സഹിക്കാനുള്ള കഴിവ് എനിക്കില്ല. പ്രായത്തെ ബഹുമാനിച്ചിട്ട് ഞാൻ കൊല്ലണില്ല. വൃദ്ധൻ ഭവാൻ അതിസ്നിഗ്ധനാം മിത്രം ഇത്യുത്തുകൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം. പ്രായമൊക്കെ ബഹുമാനിച്ചുകൊണ്ടല്ലെങ്കിൽ നീ ഇപ്പം ജീവനോടെ ഇരിക്കില്ല. എൻ്റെ ചന്ദ്രഹാസത്തിന് വാളായിട്ടുണ്ടാവും. അതുകൊണ്ട് ദൂരത്ത് പോവുക, എൻ്റെ മുമ്പിൽ നിന്ന് പോവുക. ഇതെനിക്ക് കേൾക്കാൻ ഉള്ള ഇതില്ല, ശ്രമയില്ല. മാല്യവാനെയും തിരസ്കരിച്ചു രാവണൻ. ഒറ്റപ്പെടുകയാണ്, എല്ലാവരാലും വിട്ടിട്ടേ. അപ്പം അതോടുകൂടിയിട്ട് യുദ്ധത്തിനുള്ളതായ ഒരു തുടക്കം കുറിച്ചു. വാനരസേന ലങ്കയിലേക്ക് ഇങ്ങനെ മാർച്ച് ചെയ്യുകയാണ്. മാർച്ച് ചെയ്തിട്ട് ഇങ്ങനെ അടുക്കണു. എല്ലാവരും നേരെ സജ്ജീകരിക്കപ്പെട്ടതായിട്ടുള്ള സൈന്യം. എല്ലാവരും രാവണനോട് ഉപദേശിച്ചു, ഇതാ സിംഹത്തിൻ്റെ നാദം പോലെയുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ? ജാനോദഘോഷവും കേട്ടതില്ലേ ഭവന്നാണം നിനക്കേതുമില്ലയോ മാനസേ? തലയിൽ ബുദ്ധിയൊട്ടുമില്ലേന്നാണ് ചോദിക്കേണ്ടത്. ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോണത്? ഒരു ബോധവും ഇല്ല. ആ സിംഹനാദം ഒന്ന് കേട്ടു നോക്കൂ. ജയാഘോഷം ജയിക്കും എന്ന ഉറപ്പോടു കൂടിയുള്ള ഘോഷം. അവർക്കാർക്കും ജയിക്കുമോ എന്നുള്ള സംശയം തന്നെയില്ല. ഇങ്ങനെ ഇവിടെ വരണമെങ്കിൽ അതിന് മാത്രമുള്ള കാരണം വേണ്ടേ രാവണ? വേറൊരു കൂട്ടർ ഇവിടെ വന്നിട്ടുണ്ടോ ഇതുവരെ? ഇനിയൊരു പക്ഷേ വരുന്നെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ വരവ് എന്താണ് എന്നൊന്ന് ചിന്തിച്ചൂടെ രാവണ? അങ്ങേക്ക് എന്താണ് ഈ ചെയ്യുന്നത്, കാട്ടിക്കൂട്ടണത്? ഒരു വാക്കുകൊണ്ട് എക്സ്ക്യൂസ് പറഞ്ഞ് അവസാനിപ്പിക്കണ കാര്യം ലങ്കയെ രക്ഷിക്കാം എന്നിരിക്കെ സ്വന്തം ജീവനും ഇത്രയധികം ജനങ്ങളുടെ ആ ജീവിതവും അപകടത്തിലാക്കിക്കൊണ്ട് ഈ ദുർവാശി, ഒട്ടും ഭർത്താവിനെ പിരിയാൻ ഇഷ്ടമില്ലാത്ത സ്ത്രീയെ സ്വന്തമാക്കാനുള്ള ഈ ദുർവാശി എന്തിനാണ് രാവണ എന്നാണ് അറിയാത്തത്. എല്ലാവരും പറഞ്ഞു,
പാരം ഗുരുത്വദോഷമുണ്ട്, ഇവന് ഗുരുത്വദോഷമുണ്ട്. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും, ബ്രഹ്മസ്വം ദേവസ്വം ഇഷ്ടം പോലെ അപഹരിക്കുക, ഏത് മുതൽ ആരെ ഉപദ്രവിച്ചിട്ടും കൈക്കലാക്കുക, തൻ്റെ നേട്ടത്തിന് വേണ്ടി ആരെയും കരയിപ്പിക്കുക, ഇതൊക്കെ ഇവന് ചെയ്യാവുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മണൻ വിരൂപാക്ഷനോട് എതിരിട്ടു, നീലൻ നികുംഭനോടേറ്റു, മിത്രാരി വിഭീഷണനോടേറ്റു, മിത്രതനയനായിട്ടുള്ള സുഗ്രീവൻ പ്രഹസ്തനോടെതിരേറ്റു. അങ്ങനെ ഒരുപാട് യുദ്ധത്തിൻ്റെ മുറകൾ ഒന്നിനു പുറകെ ഒന്നായി ധാരാളം അസ്ത്രപ്രത്യസ്ത്രങ്ങൾ അയച്ചു. അനവധി ചോരപ്പുഴകളൊഴുകി, കഷ്ണങ്ങളായി കിടക്കുന്ന തേരുകൾ, അവയവങ്ങൾ, ഖണ്ഡങ്ങളായി കിടക്കുന്ന കബന്ധങ്ങൾ എല്ലാം ധാരാളമായിട്ട് യുദ്ധക്കളത്തിൽ നായ, നരി, കഴുക് മുതലായിട്ടുള്ള ജീവികളുടെ ശബ്ദകോലാഹലങ്ങൾ അവിടെ ഉണ്ടായി. അങ്ങനെ ആ യുദ്ധം മുന്നേറിയതോടുകൂടിയിട്ട് പല രാക്ഷസന്മാരെയും വാനരന്മാർ വധിച്ചു. രാവണൻ തന്നെ നേരിട്ട് പുറപ്പെടുക തുടക്കമാണ്. സേനാപതി, പട മുതലായിട്ടുള്ള കുറച്ചാളങ്ങനെ മരിച്ചപ്പോൾ ദേഷ്യപ്പെട്ട് രാവണൻ തന്നെ പോവാൻ, ആരെയും പോരിന്നയക്കുന്നതിൽ ഇനി നേരെ പൊരുത് ജയിക്കുന്നുണ്ടല്ലോ, നമ്മോട് കൂടെയുള്ളോറുകൾ പോന്നിടുക, നമ്മുടെ തേരും വരുത്തുക. സാരഥിയെ വിളിച്ചു, ഇനി ആരും പോകണ്ട, ഞാൻ തന്നെ പോണത്. അലാലവട്ടം, വെഞ്ചാമരം മുതലായിട്ടതൊക്കെ മുത്തുക്കൊട ഒക്കെയാണ് പിടിച്ച് പ്രവൃത്തിയായിട്ടുള്ള രാജാവാണല്ലോ. ഇപ്പോൾ സാധാരണ വേഷമല്ല, പ്രധാന വേഷമാണ്. അപ്പം അതിൻ്റെ ചില കോപ്പുകൾ, കോലാഹല ശബ്ദം, രാവണൻ ജയിക്കട്ടെ, രാവണൻ ജയിക്കട്ടെ, ആർപ്പ് വിളികളൊക്കെ ഉണ്ടായി. അങ്ങനെ രാമലക്ഷ്മണന്മാർ എതിരേറ്റു, കിരീടം മുറിച്ചു. അവിടുന്നാണ് ശരിക്കുള്ള യുദ്ധമാണ് തുടങ്ങുകയാണെന്നാണ്. കിരീടം മുറിച്ചതോട് കൂടിയിട്ട് വളരെയേറെ ക്ഷീണിച്ചു രാവണന്. കുറച്ചങ്ങനെ യുദ്ധം ചെയ്തു. അങ്ങനെ തൽക്കാലം അവിടുന്ന് പറഞ്ഞേക്കുകയാണ്. വളരെയധികം ക്ഷീണം നിനക്കുണ്ട് രാവണ എന്നെനിക്ക് തോന്നുന്നു, നീ ഇന്ന് പൊക്കോ. ക്ഷീണിച്ചവരോടും തോൽവി സമ്മതിച്ചവരോടും ആയുധം വെച്ചവരോടും യുദ്ധം ചെയ്യരുതെന്ന് ധർമ്മശാസ്ത്രമുണ്ട്. അതുകൊണ്ട് രാമൻ അന്നൊരു ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് രാവണനെ വിട്ടയച്ചു. ആയോധനത്തിനു നാളെ വരേണം, നീ ഇന്ന് പൊക്കോ, ഒന്ന് തയ്യാറായിട്ട് വിശ്രമിച്ച് നാളെ നീ യുദ്ധത്തിന് വരണം. ഇത് തോറ്റിട്ട് യുദ്ധം നിർത്തിയതൊന്നുമല്ല, ഒരു ചെറിയ ഇൻ്റർവെല്ല് അത്രയേ ഉള്ളൂ. എന്നാണ് പറഞ്ഞു, രാഘവാസ്ത്രം തുടർന്നുണ്ടെന്നാൽ ആകുലം പൂണ്ടു തിരിഞ്ഞു നോക്കിയത് തുലോ, പേപതുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായത് ചിന്തിച്ചു മേവിനാൻ. അസ്ത്രത്തിൻ്റെ രുചി കുറച്ചറിഞ്ഞിരിക്കണു, അതുകൊണ്ടാണ് വിറച്ചു. ഇനി രണ്ടാമതൊരു അസ്ത്രം കൂടി തറച്ചാൽ കഥ കഴിഞ്ഞത് തന്നെ. പ്രാണം പോകുമ്പോൾ ആരൊക്കെ ഭയമില്ലാണ്ടിരിക്കുക. രാഘവാസ്ത്രത്തെക്കുറിച്ച് ഓർത്ത് ഒന്നങ്ങനെ പോയി. ഇതാണ് യഥാർത്ഥത്തിൽ ഇനി കുംഭകർണൻ്റെ നീതിവാക്യം തന്നെ അവിടെയും പറയുക. അപ്പോൾ അവിടെ കുംഭകർണം ഒരുപാട് കാര്യങ്ങളോട് വീണ്ടും പറഞ്ഞു കൊടുത്തു. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ആവർത്തനം. അപ്പം ആദ്യം എന്ത് വേണം? അയാൾ നല്ല ഉറക്കത്തിലാണ് കുംഭകർണൻ. ഈ ഉറക്കത്തിലായ ആളെ എങ്ങനെ നേരത്തെ ഉപദേശിക്കുക? അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ആ ഒരു ഭാഗം എങ്ങനെയോ അധികം കയറി വന്നിട്ടുണ്ട് പുസ്തകത്തിൽ. കുറേ പ്രിൻ്റ് ചെയ്ത് വന്നു, ഒരു തെറ്റ് പ്രിൻ്റ് ചെയ്തപ്പോൾ എല്ലാവരും ഇത് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഉറങ്ങുകയാണ് കുംഭകർണൻ. ആ സമയത്ത് ഉറങ്ങാവും. രാവണന് ഉപദേശിക്കാൻ പറ്റുമോ? അപ്പം അവിടെ എല്ലാം കുംഭകർണന് സംഭാഷണം ആവശ്യമില്ല. ഇവിടെയാണ് വേണ്ടത്. ഇവിടെ ചെവിയിൽ വെള്ളം ഒഴിച്ചിട്ടും രോമം പിടിച്ച് വലിച്ചിട്ടും പലതരത്തിൽ ശബ്ദകോലാഹലങ്ങൾ, വാദ്യഘോഷങ്ങൾ, ആനയുടെ കരച്ചിലൊക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ആയിട്ട് ഉണർന്നില്ല. കുംഭകർണൻ 6 മാസം ഉറക്കാത്തറേ. നാസാരന്ധ്രം സംഭൂത രോമം പിടിച്ച് വലിപ്പിച്ച് തുമ്പിക്കരം ആറ്റലറിയും ആനകൾ ജമ്പാരിവയിരിക്കും കമ്പമില്ലേതുമേ. ഈ ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉറങ്ങാത്ത ഒരാളെ എങ്ങനെയാണ് രാവണന് നേരത്തെ ഉപദേശിക്കുക? അത് ഇല്ലാത്തതാണ് എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. ഇവിടെ നീതിവാക്യം ഉള്ളതാണ്. അപ്പം ആദ്യം ഉണർന്നിട്ട് വേണമല്ലോ. അങ്ങനെ കുംഭകർണനെ ഉണർത്തി ജ്യേഷ്ഠനെ കണ്ടു തൊഴുത് വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക. ജ്യേഷ്ഠനെ വണങ്ങി എന്താണ് വേണ്ടത് പറഞ്ഞു. ശത്രുക്കളെ കൊല്ലണം, രാമനെ കൊല്ലണം, ലക്ഷ്മണനെ കൊല്ലണം. രാവണൻ ഒറ്റ കാര്യം പറയുള്ളൂ, രാമനെ കൊല്ലണം, ലക്ഷ്മണനെ കൊല്ലണം, സീതയെ കൊട്ടിക്കില്ല. മറ്റവർക്ക് ഒരൊറ്റന്നേ പറയുള്ളൂ, സീതയെ തിരിച്ചു തരണം. രാവണ നീ സ്വയം രക്ഷപ്പെട്ടോ, രാമനെ കൊല്ലാൻ പറ്റില്ല, ലക്ഷ്മണനെ കൊല്ലാൻ പറ്റില്ല. അവർക്ക് ഇതേ ഉള്ളൂ. ഇവിടെ നേരെ തിരിച്ചും രാമനെ കൊല്ലണം, ലക്ഷ്മണനെ കൊല്ലണം, സീതയെ തിരിച്ചു തരില്ല. അതുകൊണ്ട് നിനക്ക് കഴിയണ രീതിയിൽ അവരെ കൊല്ലണം.
രാമലക്ഷ്മണന്മാരെ കൊല്ലണം. അപ്പം കുംഭകർണൻ യഥാർത്ഥത്തിൽ കുറച്ച് കാര്യങ്ങൾ അവിടെയുണ്ട് പറഞ്ഞു. പലരാൾക്കാരും ഏട്ടൻ്റെ ഭാഗം പറയും, ഇതേ കൊടുക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, രാമനെ കൊല്ലാം, ലക്ഷ്മണനെ കൊല്ലാം. ഇതൊക്കെ എന്തിനാലും ഇഷ്ടം പറഞ്ഞു കൊല്ലിക്കും. കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടന്വഹം ആത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോർ അമാത്യജനങ്ങളിൽ. ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കാണ്ടിരിക്കുകയാണ് നല്ലത്. മൂഢരാം മന്ത്രികൾ ചൊല്ലു കേട്ടിയിടുകിൽ നാടും ആയുസ്സും കുലവും നശിച്ചു പോവും. തേലൊക്കെ തലയിൽ മൂളുള്ളവർ പറയണത് കേൾക്കണം. ഈ മൂളല്ലാത്ത മന്ത്രിമാർ അങ്ങേ തക്കാല നേട്ടത്തിന് വേണ്ടി പ്രശംസിക്കുന്നുണ്ടാവും. പക്ഷെ ആ വാക്യം അങ്ങേക്ക് അപകടമാണെന്ന് മനസ്സിലാക്കാം. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു, ചൂണ്ടയിൽ മത്സ്യത്തിനെ കൊത്തും, ആ മത്സ്യം അതോടുകൂടി കഥ കഴിഞ്ഞു. ആഗ്രഹം ഒന്നിൽ ഏറിയാൽ ആപത്ത് പോക്കുവാൻ ആപതല്ലാതെ വണ്ണം വരും. നിയന്ത്രിച്ചാൽ നിൽക്കാത്ത, നിർത്തിയാൽ നിർത്താത്ത ആഗ്രഹം ഒരു കാര്യത്തിലും പാടില്ല. നിൽക്കണം, അങ്ങനത്തെ ആഗ്രഹം പാടൂ. അത് നമുക്ക് ആപത്താണ് എന്ന് മനസ്സിലാക്കുക. ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും. തറ കന്യകമാരും സ്ത്രീകളും നിനക്കുണ്ട് ഏട്ടാ. ദേവഗന്ധർവ ജാതികളിൽപ്പെട്ടുള്ളവരൊക്കെ ഉള്ളപ്പോൾ ഇനിയൊരു പരപുരുഷൻ, ഭർത്താവിനെ ഈശ്വരനെ പോലെ കാണുന്ന സ്ത്രീയെ സ്വന്തമാക്കണമെന്ന ദുർവിചാരം, തെറ്റായ വിചാരം എങ്ങനെ നിനക്കുണ്ടായി? ഇതാ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു. ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ. ഇന്ദ്രിയങ്ങളെ ജയിച്ചവർക്ക് ശ്രേയസ്സുണ്ടാവും. ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടവർക്ക് സർവ്വ ആപത്തും ഉണ്ടാവും. പൂർവ്വജന്മത്തിലത്തെ വാസന കൊണ്ടാണ് ഓരോരോ കാര്യത്തിൽ വീണ്ടും വീണ്ടും ആശ ഉണ്ടാവുന്നത്. ശാസ്ത്രോക്തമായിട്ടുള്ള ഉപദേശങ്ങൾ ചിലപ്പോൾ ഫലിക്കാതെ വരും. അതിന് ഈശ്വരഭക്തി, ഈശ്വര കഥാശ്രവണം, നല്ല സത്സംഗം, അതുകൊണ്ടൊക്കെയാണ് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ക്രമേണ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ, നാനാജഗന്മയൻ നാരായണൻ പരൻ, സീതയാകുന്നത് യോഗമായ ദേവി ചേതസി നീ ധരിച്ചിടുകെന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നില്ലയോ മന്നവാ മുന്നമേ എന്തതോരാഞ്ഞതും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണതൊന്നും ഏട്ടൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആ രാമനെ ഭജിക്കുക, രാമനിൽ അഭയം പ്രാപിക്കുക, ഇതാണ് ശരിക്കും ഒരു ജീവന് രക്ഷയുള്ളൂ. ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ, രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനം ആമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നു സന്തതം. എത്ര ഭക്തന്മാരാണ് രാമഭക്തി കൊണ്ട് രക്ഷപ്പെട്ടത്. ഭരദ്വാജൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള മഹർഷിമാർ, ശരഭംഗൻ, സുധീക്ഷണൻ, മഹർഷി മുനി മണ്ഡലം വർണ്ണിക്കുന്നുണ്ടായോ അരണ്യകാണ്ഡത്തിൽ. അനവധി മഹർഷിമാരുടെ ഒരു വലിയ സമൂഹം, വിശ്വാമിത്രൻ, വസിഷ്ഠൻ, ഇവരൊക്കെയും ജ്ഞാനികളായിട്ട് എന്താ ചെയ്യണം? രാമപാദാംബുജത്തെ ഭജിച്ച് ജന്മസാഫല്യം നേടുകയാണ്. അതുകൊണ്ട് ഏട്ടാ, ലങ്കയെ രക്ഷിക്കാനും അങ്ങയുടെ രക്ഷയ്ക്കുമായിട്ടാണ് ഞാൻ പറയുന്നത്. കേട്ടു ഉരുട്ടി മീച്ച കണ്ണുകളോട് കൂടിയിട്ട് പറഞ്ഞു, ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല, ഞാനിന്നുണർത്തി വരുത്തി യഥാർത്ഥ നിദ്രയെ സേവിച്ചു കൊള്ളുക. നിനക്ക് ഉറക്കം തന്നെ നല്ലത്, പോയി ഉറങ്ങിക്കോ, ഒരു കാര്യവും എന്നെക്കൊണ്ട് എനിക്കില്ല. ഇത് ഉപദേശിച്ചിട്ട് വെറുതെ എൻ്റെ മുമ്പിൽ നിൽക്കണ്ട. വേദശാസ്ത്രം ഉപദേശം എനിക്കിനി കേൾക്കണ്ട. അതുകൊണ്ട് സാധിക്കിച്ചാൽ പോയിട്ട് യുദ്ധം ചെയ്യുക രാമനെതിരായിട്ട്. അല്ലച്ചാൽ കൂടുതൽ വാക്കുകൾ ഇനി പറയണ്ട. ഇഷ്ടമല്ലച്ചാൽ ഇവിടുന്ന് പൊക്കൂടെ എൻ്റെ മുമ്പെന്ന്. ശത്രുവിനെ പ്രകീർത്തിക്കാനാണോ നീ എന്നെ ഇപ്പം ഞാൻ വിളിച്ചു വരുത്തിയത് എന്നങ്ങനെ പറഞ്ഞു. ഒരു രക്ഷയില്ല, ഏട്ടൻ നേരെയാവില്ല എന്ന് ഉറപ്പായി. വിഭീഷണൻ രാമനെ ആശ്രയിച്ചു. എന്നാലും കുംഭകർണൻ അതിന് ഒരുങ്ങിയില്ല. വൻപുള്ള രാക്ഷസനെ അവനിവൻ പറഞ്ഞമ്പരത്തോളം ഉയരുന്നൊരത്ഭുതം തൻ്റെ ഗൂത്തമൻ ചോദിച്ചളവതിനുത്തരമൊരു വിഭീഷണൻ ചൊല്ലിനാൻ, രാവണ സോദരൻ കുംഭകർണൻ നമ്മ പൂർവേദൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. വിഭീഷണൻ ആദ്യം തന്നെ വിവരം കൊടുത്തു, ഏട്ടൻ്റെ വരവ് എന്നാൽ കുംഭകർണൻ്റെ വരവുണ്ടപ്പോൾ ശക്തനാണവൻ. ആ കുംഭകർണൻ യുദ്ധത്തിന് വരുന്നുണ്ട് എന്നങ്ങനെ ചിന്തിച്ച് കുംഭകർണൻ വന്നു, വിഭീഷണനെ കണ്ടു. വിഭീഷണ, നീ ഭാഗ്യവാനാണ്.
ഞാനിപ്പോൾ തൽക്കാലം രാമൻ്റെ പക്ഷത്തു നിന്ന് മാറാൻ എനിക്ക് പറ്റില്ല, അത്രയും കാലം ഇവിടെ നിന്നിട്ട് ഇനി പെട്ടെന്ന് മാറാൻ നീയാണ് ബുദ്ധി ഉപയോഗിച്ചത്, നിൻ്റെ വഴിയാണ് ശരി, നീ ഭാഗ്യവാനാണ്. ധന്യനല്ലോ ഭവാൻ, ഇല്ലകില്ലേതുമേ ജീവിച്ചിരിക്കെ പലകാലം മൊഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. ശ്രേയോ മാർഗത്തെ നീ അവലംബിച്ചു, നീ ധന്യനാണ്. ഞാൻ ഏതായാലും നശിക്കാൻ തയ്യാറായിരിക്കുകയാണ്. കാരണം എനിക്കല്ലാണ്ട് വഴിയില്ല, ഏട്ടൻ നശിക്കും, ഞാൻ നശിക്കും, രാവണൻ്റെ കൂടെ ഉള്ളവരൊക്കെ നശിക്കും, ഒരാൾ നശിച്ചാൽ കൂടെ ഉള്ളവരും നശിക്കും. അതുകൊണ്ട് വളരെ 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 ശക്തനാണ് കുംഭകർണൻ. വായ പിളർന്ന് അനവധി ആളുകളെ വിഴുങ്ങി എന്നാണ്, അതിന് കഴിവുണ്ട് അത്രേ. വായ പിളർന്ന് വിഴുങ്ങുക, വാനരന്മാരെയൊക്കെ വിഴുങ്ങാനും വക്രത്തിലാക്കാൻ. 100,000 വാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കും അവനുടൻ. ഒക്കെ കിടന്ന് വിശപ്പുകൊണ്ട് വിഴുങ്ങുക, നല്ല വിശപ്പുള്ള ആളാണ്. ചിലരെയൊക്കെ മൂക്ക് കൂടെ വലിച്ചു, നാസാവിലത്തൂടെ പുറപ്പെടും, പിന്നെയും വാരി വിഴുങ്ങും അവൻ. തഥാ സമുദ്രത്തെ തന്നെ വലിച്ച് വെള്ളം പോലെ വിടാനുള്ള കഴിവ്, അങ്ങനെ എന്തൊക്കെയോ പ്രത്യേക കഴിവുകൾ ഈ കുംഭകർണന് ഉണ്ട്, ഒരു രക്ഷയില്ല. അവസാനം നന്നായിട്ടുള്ള ഒരു ബാണം, ദക്ഷിണകർത്തവൻ ചൂലകുൻ രാഘവൻ തക്ഷണേ ബാണം ഇതാശു ഖണ്ഡിക്കയാൽ യുദ്ധാങ്കണേ വീണു വാനരവൃന്ദവും. വാമകർത്തേന മഹാതാലവും കൈക്കൊണ്ടു ഇന്ദ്രാസ്ത്രം എയ്തു ഖണ്ഡിച്ചാൻ അതു വീണും ഇന്ദ്രാരികൾ പലതും മരിച്ചിടിനാൻ. ഒരു അർദ്ധചന്ദ്രാകാരമായിട്ടുള്ള അമ്പ്, ചന്ദ്രക്കല പോലത്തെ അസ്ത്രങ്ങൾ പലതരമാണ്. അത് അർദ്ധചന്ദ്രാകാരമായ കൊമ്പ് കൊണ്ട് മുഖം അല്ലെങ്കിൽ കഴുത്ത് മുറിച്ചു. അങ്ങനെ വായിൽ മുഴുവനെ ഈ ശരം നിറച്ച് ആ കുംഭകർണനെ വധിച്ച് ശരീരം സമുദ്രത്തിൽ വന്ന് വീഴുകയും ചെയ്തു. ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞ അബ്ദിയിൽ വീണിതു ദേഹവും അന്നേരം. സമുദ്രത്തിൽ ആ ദേഹം വലിയ ശബ്ദത്തോടു കൂടിയിട്ട് വന്ന് വീണു. വെള്ളമൊക്കെ അങ്ങോട്ട് തെറിച്ച് ചോരക്കളമായി, ചോര നിറമായിട്ടുള്ള വെള്ളം. ഈ സമയത്ത് നാരദൻ സ്തുതിച്ചു. ദേവഗന്ധർവ വിദ്യാധര ഗുഹ്യകേക്ഷ ഭുജംഗ കുജംഗ ഖഗ അപ്സരസ്തു വൃന്ദവും കിന്നരചാരണ കിംപുരുഷന്മാരും പന്നഗതാപസവേ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്തിയാ പുകഴ്ത്തിനാർ. പുഷ്പവൃഷ്ടി ഉണ്ടായി, വലിയൊരു ആപത്ത് ഇതാ തീർന്നിരിക്കുന്നു. അവർ മുകളിൽ നിന്ന് പുഷ്പവൃഷ്ടി ചെയ്ത് നാരദൻ വാള്, വില്ല, അമ്പ മുതലായത് കയ്യിൽ ധരിച്ച പൂർണ്ണചന്ദ്രാനനം ആയിരിക്കുന്ന രാമനെ സ്തുതിച്ചു. സീതാപദേ രാമചാചേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമദേവദേവേശ ജഗന്നാഥ നാരായണാഖിലാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദേവുമേ എന്നൊക്കെയാണ് വിളിച്ച് ഭഗവാന്റെ നാമങ്ങളൊക്കെ പറഞ്ഞ് ഗുണഗണങ്ങളെക്കുറിച്ച് കീർത്തിച്ച് സർവ്വലോകത്തിലും ആത്മാവായിരിക്കുന്നതായിട്ടുള്ള അങ്ങയെ ഭജിക്കുന്നവർക്ക് സംസാര ദുഃഖം ഉണ്ടാവില്ല. ദുഷ്ടന്മാരെ വധിച്ച് നല്ല ധർമ്മങ്ങൾ പരിപാലിക്കുന്നതായ സർവേശ്വര, പാതിയും പോയിതു ഭൂഭാരം. ഇവനെ വധിച്ചത് കൊണ്ട് പകുതി ഭൂഭാരം പോയി. ഈ ബാക്കിയുള്ളത് രാവണനാണെന്ന് മറ്റൊന്നാ രാവണനെയും വധിച്ച് ഈ ഭൂമിഭാരത്തെ തീർത്ത അവതാര ഉദ്ദേശവും പ്രതിജ്ഞയും നിറവേറ്റുന്നതായിട്ടുള്ള സർവേശ്വര അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് നാരദൻ കുറേ സ്തുതിയുണ്ട്. ഞാനിനി ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നു, ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു മാനവവീര ജയിക്ക നീ. രാവണവധം സാധിക്കട്ടെ, ലങ്കയെ ജയിക്കട്ടെ, രാജാവായിട്ട് അയോധ്യയിൽ വാഴാൻ കഴിയട്ടെ, ജയിക്കുക. കൂടുതൽ ശ്രീരാമജയം ഉണ്ടാവട്ടെ. പറഞ്ഞ് വണങ്ങി തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാനന്നേരം. അതിനുശേഷം യുദ്ധം തുടരുകയാണ്. കുറേ രാക്ഷസന്മാരുണ്ട്. ഇന്ദ്രജിത്ത്, അതായത് മേഘനാഥൻ, ആ മേഘനാഥവധം തുടർന്ന് രാവണവധം. ഔഷധം കൊണ്ടുവരിക, ക്ഷീണിച്ചതായിട്ടുള്ള വാനരന്മാർക്ക് മൃതസഞ്ജീവനി കൊണ്ട് ജീവിപ്പിക്കുക മുതലായ കുറച്ച് ഘട്ടങ്ങളും കൂടി ഉണ്ട്. അതിനുശേഷമാണ് രാവണവധം തുറന്ന് അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം വേദസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ.
പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.